ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യതീന്ദ്രനും സൂര്യയും നന്ദിനിയും നിൽക്കുന്ന ഫോട്ടോ കീറിക്കളഞ്ഞതോടുകൂടി സൂര്യക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ സൂര്യ ദേഷ്യം പിടിച്ച് പത്മയെ വെല്ലുവിളിക്കുകയാണ്. ഇതിന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ, നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല, നീ എന്താന്ന് വെച്ച് ചെയ്തടാ എന്ന് പറഞ്ഞ് തിരിച്ചും പത്മ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ സൂര്യ റൂമിലെത്തിയ ശേഷം കള്ളു കുടിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി പുറകെ വന്ന് സൂര്യയെ തടയുകയാണ്. സൂര്യ സാർ, ഇപ്പോൾ ഈ സമയത്ത് കള്ളു കുടിക്കരുത്, എന്നെ നീ നന്ദിനി തടയാൻ നിൽക്കണ്ട, എത്ര പറഞ്ഞാലും ഞാനത് അനുസരിക്കില്ല, എനിക്കിന്ന് കുടിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് സൂര്യ കള്ളു കുടിക്കാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും നന്ദിനി പറയുന്നു, അല്ല സൂര്യ സാർ, സാർ ഇപ്പോൾ കള്ളു കുടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? കള്ളു കുടിച്ച് ഞാൻ അമ്മയുടെ മുന്നിൽ ചെല്ലുന്നുണ്ട്. കേട്ടപ്പോൾ നന്ദിനി സൂര്യ കള്ളു കുടിക്കാതിരിക്കാൻ വേണ്ടി ഒരടവെടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല സൂര്യ സാർ, എന്തിനാണിപ്പോൾ കള്ളു കുടിച്ച് പത്മ മേഡത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നത്? അല്ലാതെ തന്നെ സൂര്യ സാറിന് പത്മ മേഡത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് സംസാരിക്കാൻ പേടിയായിട്ടാണോ? അപ്പോൾ സൂര്യ പറയണേ, എനിക്ക് ഒരു പേടിയുമില്ല, പക്ഷേ എനിക്ക് രണ്ട് കുടിക്കണം, രണ്ട് കുടിച്ച് അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് എനിക്ക് 4 വർത്തമാനം പറയണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ പിന്നെ സൂര്യ സാറിന് ബോധമുണ്ടാവില്ലല്ലോ. ബോധമില്ലാതെ സൂര്യ സാർ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു കാര്യവുമില്ലല്ലോ. ബോധത്തോടു കൂടി സൂര്യ സാറിന് അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പത്മ മേഡത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് സംസാരിച്ചാൽ പോരെ? അപ്പോൾ സൂര്യ പറയണേ, നന്ദിനി, നീ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കില്ല, എനിക്കിന്ന് കുടിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് സൂര്യ കള്ളുകുപ്പി എടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അതിൽ ഒരു തുള്ളി പോലും കള്ള് കാണുന്നില്ല. അത് കണ്ടപ്പോൾ നന്ദിനി, ഇതിലുണ്ടായിരുന്ന മദ്യം എവിടെ? ഇതിലൊരു തുള്ളി പോലും ഇല്ലല്ലോ. അത് പിന്നെ സൂര്യ സാർ, നീ അത് മുഴുവനും കുടിച്ചോ? അയ്യോ, നീ അത് എന്തിനാണ് കുടിച്ചത്? അയ്യോ, ഞാനൊന്നും കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഓക്കാനിക്കുന്നത് പോലെ നന്ദിനി അങ്ങ് കാണിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണ, ഞാനത് മുഴുവൻ അങ്ങ് കളഞ്ഞു എന്ന് പറഞ്ഞതോടുകൂടി സൂര്യ ദേഷ്യം പിടിച്ചിട്ട്, എന്താ നീ പറഞ്ഞത്? കളഞ്ഞു എന്നോ? ഒരു തുള്ളി പോലും അവശേഷിക്കാതെ ഞാൻ എത്രമാത്രം അധികം സൂക്ഷിച്ചു കൊണ്ട് നടന്നതാണ്. നീ പറഞ്ഞതിന് ശേഷം ഇതുവരെയും ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, എന്നിട്ടിപ്പോൾ നീ അതിലെ മദ്യം മുഴുവനും കളഞ്ഞു എന്നോ? ഇതിന് ഞാൻ വെറുതെ വിടില്ല, എനിക്ക് ഇപ്പം തന്നെ കള്ള് കുടിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് ആ ബോട്ടിലുകൾ അവിടെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി ചോദിക്കുകയാണ്, അല്ല സൂര്യ സാർ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നീ കണ്ടോ എന്ന് പറഞ്ഞ് സൂര്യയുടെ ഫോണ് തപ്പുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി പറയാണ്, ഫോൺ ഇതാ സൂര്യ സാറിൻ്റെ പോക്കറ്റിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ നന്ദിനിയെ സൂര്യ ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് വിവേകിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടു കൂടി വെപ്രാളം പിടിച്ചുകൊണ്ട് സൂര്യ പറയാണ്, വിവേക്, എനിക്ക് ഇപ്പം തന്നെ കള്ള് കുടിക്കണം, അതിന് നീ ഇപ്പം തന്നെ 2-3 ബോട്ടിൽ വാങ്ങിച്ചു വരണം. അത് പിന്നെ സൂര്യ എന്ന് പറയുമ്പോൾ, നീ കൂടുതൽ സംസാരിക്കേണ്ട, നീ അതിന് കള്ള് കൂടി നിർത്തിയതല്ലേ, അതൊന്നും നീ അറിയേണ്ട, എനിക്കിപ്പം തന്നെ കള്ള് കുടിക്കണം, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കള്ളുമായിട്ട് വരണം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോൾ, നന്ദിനി, നിന്നെ ഞാനുണ്ടല്ലോ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവച്ചതാണ് ഈ കള്ളുകളൊക്കെ, ഇതുവരെയും കുടിക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ട് നീ അതെല്ലാം മുഴുവനും കളഞ്ഞു, നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നന്ദിനിയുടെ നേരെ ഇങ്ങനെ ദേഷ്യത്തിൽ ചെല്ലുന്നുണ്ട്. പക്ഷേ സൂര്യയ്ക്ക് നന്ദിനിയെ തൊടാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ ദേഷ്യമൊക്കെ കടിച്ചമർത്തുകയാണ്. അപ്പോഴത്തേക്കും നന്ദിനി താഴേക്ക് ഇറങ്ങി പോവാട്ടോ. എന്നിട്ട് നന്ദിനി ആരും കാണാതെ വിവേകിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് വിവേക്, നന്ദിനി ഇപ്പോൾ എന്തിനാണാവോ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഫോൺ എടുക്കുകയാണ് കേട്ടോ. എന്താ നന്ദിനി, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണ, ഞാനൊരു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം വിവേക്, എന്നിട്ട് അതുപോലെ തന്നെ വിവേക് ചെയ്യണമെന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ നന്ദിനി വിവേകിനോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ വിവേക്, നന്ദിനി, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. എന്നിട്ടാണ് വിവേക് മദ്യക്കുപ്പിയുമായിട്ട് ഇനി വീട്ടിലേക്ക് വരാൻ പോകുന്നത്. ഈ സമയം യതീന്ദ്രൻ പത്മയോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയണേ, എന്തിനാണ് പത്മ നീ അത് ചെയ്തത്? ഇപ്പോൾ സൂര്യയ്ക്ക് എത്രമാത്രം വിഷമമായിട്ടുണ്ടാവും, നീ അത് എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോയത്? ആ ഫോട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ, ആ വേലക്കാരി ഉണ്ടല്ലോ അതിൽ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കുക? പത്മ, നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നീ എന്ത് പറഞ്ഞാലും അത് കേൾക്കില്ല, നിനക്കങ്ങനെ അത് കീറിക്കളയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, നിനക്കത് ഇഷ്ടമില്ലെങ്കിൽ അത് നോക്കാതിരുന്നാൽ മതിയായിരുന്നില്ലേ, നീ എന്തിനാണ് അത് കീറിക്കളഞ്ഞത്? ഇപ്പോൾ സൂര്യയ്ക്ക് എന്തുമാത്രം അധികം ദേഷ്യമായിട്ടുണ്ടാവും, അവൻ ഇതിൻ്റെ പേരിൽ ഇനി അടുത്തത് ഇവിടെ എന്ത് പ്രശ്നമാണാവോ ഉണ്ടാക്കാൻ പോകുന്നത്, നീ എന്തിനാണ് വെറുതെ സൂര്യയെ ദേഷ്യം പിടിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് യതീന്ദ്രൻ പത്മയോട് സംസാരിക്കാൻ കേട്ടോ. പക്ഷേ പത്മ യതീന്ദ്രൻ പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. അപ്പോഴത്തേക്കും വിവേക് മദ്യം വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ നന്ദിനി താഴേക്ക് ഇറങ്ങി ചെല്ലാണ്. എന്തായി, ഞാൻ പറഞ്ഞതുപോലെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, എങ്കിൽ വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് വിവേക്.
വിവേകിനെ. അപ്പോഴത്തേക്കും രാജുവേട്ടനെ വിളിക്കുകയാണ്. രാജുവേട്ടാ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം, രാജുവേട്ടൻ അവിടേക്ക് വരണം, റൂമിലേക്ക് വരണം എന്ന് പറയട്ടോ. അങ്ങനെ രാജു പുറകെ വരാമെന്ന് പറയാണ്. അങ്ങനെ നന്ദിനിയും വിവേകും കൂടി റൂമിലേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പോൾ സൂര്യ വിവേകിനെ കണ്ടതോടുകൂടി ഞാൻ പറഞ്ഞതുപോലെ എല്ലാം വാങ്ങിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ ബ്രാൻഡ് തന്നെയല്ലേ വാങ്ങിച്ചത്? അതെ, സൂര്യ പറഞ്ഞ ബ്രാൻഡ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നന്ദിനി പറയണ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് സൂര്യ സാറിൻ്റെ കുടി ഇതുവരെ നിർത്തിയതായിരുന്നു, ഇനിയിപ്പോൾ സൂര്യ സാർ വീണ്ടും കുടിക്കാൻ തുടങ്ങിയാൽ എന്ന് പറയുമ്പോൾ, നന്ദിനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഇന്ന് കുടിക്കണം, എനിക്കിന്ന് കുടിച്ചേ മതിയാവും, എന്നിട്ട് വേണം അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്ന് എനിക്ക് രണ്ട് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ, എങ്കിൽ സാറിനിപ്പോൾ എത്ര തടഞ്ഞിട്ടും കാര്യമില്ല, സാർ എന്തായാലും കുടിക്കും, അപ്പോൾ പിന്നെ ഞാൻ തന്നെ സാറിന് ഒഴിച്ചു തരാം, നീ എന്തിനാണ് അതിന് ഒഴിച്ചു തരുന്നത്? അല്ല, സാറെങ്ങാനും ഇത് മുഴുവനും കുടിച്ചാലോ? അത് പിന്നെ നന്ദിനി, നീ ഇന്ന് എന്നെ നിയന്ത്രിക്കാമെന്നൊന്നും നീ കരുതണ്ട, എനിക്ക് ഇഷ്ടം പോലെ ഞാനിന്ന് കുടിക്കും, എനിക്ക് രണ്ടെണ്ണം കൂടുതൽ അടിക്കണം എന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനി പറയും, എങ്കിൽ സൂര്യ സാറിന് ഞാൻ ഇന്ന് ഒഴിച്ചു തരാം, സാർ ആദ്യം കണ്ണടക്കണം. എന്തിനാണ് ഞാൻ കണ്ണടക്കുന്നത്? നിന്നെ അങ്ങനെ വിശ്വസിക്കാനൊന്നും കഴിയില്ല, നീ കള്ളിന് പകരം ചിലപ്പോൾ കഷായം തരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇല്ല, ഞാൻ സാറിന് ഇത് തന്നെ ഒഴിച്ചു തരാം, സാറ് കണ്ണടയ്ക്ക്. അപ്പോൾ വിവേകിനോട് പറയണേ, നന്ദിനി ചിലപ്പോൾ എനിക്ക് കഷായം തരാൻ സാധ്യതയുണ്ട്, വിവേക് നീ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വിവേക് പറയണേ, ഇല്ല ഞാൻ തന്നെ നോക്കിക്കോളാം, കണ്ണടച്ചേക്ക് സൂര്യ എന്ന് പറയട്ടെ. അങ്ങനെ സൂര്യ കണ്ണടയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും രാജു അവിടേക്ക് വരികയാണ്. രാജുവേട്ടൻ മാല ഇട്ടത് കൊണ്ട് തന്നെ രാജുവേട്ടനെ കൊണ്ട് തന്നെ സൂര്യക്ക് മാല ഇടിപ്പിക്കാനുള്ള പരിപാടിയാണ് നന്ദിനി ചെയ്യുന്നത്. എന്നിട്ട് മാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സൂര്യ പെട്ടെന്ന്, ഇതെന്തിനാണ് എൻ്റെ കഴുത്തിൽ മാല ഇട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ണ് തുറക്കുന്നത്. അപ്പോൾ സൂര്യക്ക് ദേഷ്യം പിടിക്കുകയാണ്. വിവേക് നീ എന്താണ് ഈ കാണിച്ചത്? ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? അത് പിന്നെ സൂര്യ സാർ വെറുതെ ദേഷ്യപ്പെടല്ലേ, ഇപ്പോൾ സൂര്യ സാർ ഇപ്പോൾ സ്വാമിയാണ്, അപ്പോൾ സ്വാമി ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് സൂര്യയെ സമാധാനപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ദേഷ്യം ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും രാജുവിൻ്റെ കയ്യിലൊരു മുണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സൂര്യയുടെ കഴുത്തിൽ മുട്ട് കൊടുക്കുക കേട്ടോ. അതോടുകൂടി സൂര്യ ആ മുണ്ടും കഴുത്തിലുള്ള മാലയും കൂടി വലിച്ചെറിയാൻ നോക്കുന്ന സമയത്ത് വിവേകും രാജുവും നന്ദിനിയും കൂടി തടയുകയാണ്. അയ്യോ, സ്വാമി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, സ്വാമി ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല, മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വാമി ഇനി ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല, നയത്തിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്ന് പറഞ്ഞങ്ങ് മാറ്റുകയാണ്. അപ്പോൾ സൂര്യ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നിട്ട് വിവേക് സൂര്യ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തുണിയെടുത്ത് കൊടുക്കുകയാണ്. കറുത്ത തുണിയെടുത്താണ് തെറ്റി കൊടുക്കുക കേട്ടോ. അതോടുകൂടി സൂര്യ അത് അഴിച്ചിടാൻ നോക്കുന്ന സമയത്ത്, അയ്യോ സ്വാമി ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, സ്വാമി ശാന്തതയോട് കൂടി നിൽക്കണം എന്ന് പറഞ്ഞ് 3 പേരും കൂടി സൂര്യ അങ്ങ് ഒതുക്കുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ പറയാണ്, എന്നോട് ഈ ചതി ചെയ്തതിന് ഞാൻ ഇത് സഹിക്കില്ല എന്ന് പറഞ്ഞ് അത് വലിച്ചെറിയാൻ നോക്കുമ്പോൾ നന്ദിനി പറയാണ്, സൂര്യ സാർ ഇത് വലിച്ചെറിയരുത്, സ്വാമി ഇപ്പോൾ ഇത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് പിന്നെ ദോഷമുണ്ടാവും, നിനക്കോ? നിനക്ക് എന്ത് ദോഷമുണ്ടാവാനാണ്? ഞാൻ കാരണമല്ലേ സൂര്യ സാർ ഇപ്പോൾ മാല ഇട്ടതും മലക്ക് പോവാൻ വേണ്ടി തീരുമാനിക്കുന്നതും. പിന്നെ സൂര്യ സാർ ഇതിന് മുടക്കം വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ പാപം എനിക്കാണ് കിട്ടുക എന്ന് പറഞ്ഞതോടുകൂടി സൂര്യക്ക് പിന്നെ നിവൃത്തിയില്ലാതാവുകയാണ്. നന്ദിനിക്ക് ദോഷം വരുന്നതൊന്നും തന്നെ സൂര്യ ചെയ്യില്ല എന്നുള്ള തീരുമാനം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ സൂര്യ പിന്നെ സഹിക്കിട്ട് അതിനങ്ങ് അംഗീകരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ മാലയിടുകയും മലക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്യാണ്. അങ്ങനെ സൂര്യയും വിവേകും നന്ദിനിയും രാജുവും കൂടി റൂമിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പോഴാണ് ഇന്ദ്രജയും വേദയും വിജയനും ഇത് കാണുന്നത്. അവർ സൂര്യയെ കണ്ടതോടുകൂടി അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇതിപ്പോൾ എന്ത് അത്ഭുതം, ഇത്രയും നേരം സൂര്യ മാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് സൂര്യ മാല ഇട്ടത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ സൂര്യ താഴേക്ക് ഇറങ്ങി ചെല്ലാണ്. അപ്പോൾ സൂര്യയെ കണ്ടതോടുകൂടി യതീന്ദ്രനും പത്മയൊക്കെ ഞെട്ടിപ്പോവാണ്. ഇതിപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് യതീന്ദ്രൻ ഇനി നന്ദിനിയെ മാറ്റി നിർത്തി ചോദിക്കുകയാണ്, എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സൂര്യയെ നന്ദിനി കള്ള് കുടിക്കാൻ സമ്മതിക്കാതെ നേരെ മലക്ക് പോകാനുള്ള പരിപാടിയാണ്, മാലയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.